നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈകൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരം അരുളണമേ. സങ്കീർത്തനങ്ങൾ 60 അധ്യായം അതിൻ്റെ 5 തിരുവചനം. വായിച്ചു കേട്ട അനുഗ്രഹിക്കപ്പെട്ട ഈ തിരുവചന വേദഭാഗത്തിനായിട്ട് ഞാനിന്ന് രാവിലെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ പ്രഭാതം, ഈ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ വായിച്ചു കേട്ട തിരുവചന വേദഭാഗം, അവിടെ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു: നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈകൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരം അരുളണമേ. നിന്റെ വലം കൈകൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരം അരുളണമേ. തിരുവചനം പറയുന്നു, നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന്, കർത്താവിന് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈകൊണ്ട്, കർത്താവിൻ്റെ വലം കൈകൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്കൊരു ഉത്തരം അരുളണമേ. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ അനേകം പേര് കർത്താവ് വിടുവിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിൽ ഒത്തിരി പേര് നമുക്ക് വേദപുസ്തകത്തിൽ എടുക്കുമ്പോൾ നമുക്ക് തനിക്ക് പ്രിയമുള്ള അനേകങ്ങളെ കർത്താവ് വിടുവിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് ലാസർ എന്ന് പറയുന്ന ലാസറിൻ്റെ ഉയർപ്പ്. ലാസറിനെ ദൈവം കല്ലറയ്ക്കൽ ചെന്ന് ഉയർപ്പിച്ചത്, ലാസറിനെ കല്ലറയ്ക്കൽ ചെന്ന് ഉയർപ്പിച്ചതിൻ്റെ പുറകിൽ ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. ലാസർ യേശുവിന് പ്രിയനായവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനത്തിൽ നിന്ന് നമുക്കത് വായിക്കുമ്പോൾ വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കും. മാർത്തയും മറിയയും പറഞ്ഞു, തൻ്റെ അടുക്കലേക്ക് വിട്ടവരോട് പറഞ്ഞയച്ചു, കർത്താവ് നിനക്ക് പ്രിയനായവൻ രോഗം വന്ന് കിടക്കുന്നു എന്ന് യേശുവിൻ്റെ അടുക്കലേക്ക് അവരാളയച്ചു പറഞ്ഞു. അപ്പോൾ കർത്താവിന് പ്രിയനായിരുന്നു ആര്? ലാസർ എന്ന് പറയുന്ന വ്യക്തി. പക്ഷേ പ്രിയനായിരുന്നുവെങ്കിൽ കർത്താവ് ലാസറിനെ എന്ത് ചെയ്തു? ചില ദിവസത്തേക്ക് ഒന്ന് വിട്ടു, ചില ദിവസത്തേക്കൊന്ന് മറന്നുപോയതുപോലെ അവൻ്റെ ഇഷ്ടം പോലെ അങ്ങ് വിട്ടു. സ്തോത്രം. ഈ 2 ദിവസം കൊണ്ട് എന്തു ചെയ്തു? സ്തോത്രം, ലാസറിൻ്റെ പ്രാണൻ അവൻ്റെ ജീവിതത്തിൽ നിന്ന് പോകുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാൻ ഞാൻ പറയാം, ലാസറിൻ്റെ പ്രാണൻ അവൻ്റെ ജീവിതത്തിൽ നിന്ന് പോയാലും കർത്താവിനറിയാം, ഞാൻ പോയാൽ അത് തിരിച്ചു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ എൻ്റെ ഈ ദൈവശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവിന് പ്രിയമുള്ള ഒരു വ്യക്തിയാണ് നീ എങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് കൈമാറാം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്ത് തന്നെ പ്രശ്നമുണ്ടായാലും കർത്താവ് അതിൻ്റെ അവസാനത്തെ സ്റ്റേജിലാണെങ്കിലും, അവസാനത്തെ ഒരു പിടിവള്ളിയിലാണെങ്കിലും ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണമേ, ലാസർ മരിച്ചു 3 ദിവസം കഴിഞ്ഞ് 4-ാമത്തെ ദിവസമായി യേശു കർത്താവ് അവിടെ എത്തിച്ചേരുന്നത്. ഈ 4-ാമത്തെ ദിവസവും യേശു കർത്താവിനറിയാം, ഞാൻ ബഥാന്യ ഗ്രാമത്തിൽ കാൽ ചവിട്ടിയാൽ അവിടെ ചിലത് നടക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കർത്താവ് നിങ്ങളോട് പറയുന്നു, ഏത് പട്ടണത്തിനകത്താണ് നിങ്ങളെങ്കിലും, കർത്താവിന് പ്രിയനായ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ വിടുതലുമായി കർത്താവ് തക്ക സമയത്ത് നിങ്ങളുടെ പട്ടണത്തിനകത്ത് കാലെടുത്ത് വച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഏതോ ഒരു അഭിഷിക്തനിലൂടെ ആയിരുന്നാലും ഇന്ന് രാവിലെ ഞാൻ കൈമാറാം. ഏതോ ഒരു അഭിഷിക്തൻ നിങ്ങളുടെ പട്ടണത്തിനകത്ത് കാലെടുത്ത് വയ്ക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഭിഷിക്തൻ കാലെടുത്ത് വച്ചാലേ പട്ടണം വിടുവിക്കപ്പെടുകയുള്ളൂ. ഞാൻ പറയും, യേശു കാലെടുത്ത് വച്ചാലേ ഈ ബഥാന്യ പട്ടണം വിടുവിക്കപ്പെടും. ലാസർ ഉയർക്കത്തുള്ളൂ. ലാസറിൻ്റെ മരണം ലാസറിനെ വിട്ട് മാറത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് കൈമാറാം. ഇതിനകത്ത് സ്തോത്രം, നിങ്ങളായിരിക്കുന്ന പട്ടണം വിടുവിക്കപ്പെടേണ്ടതിന്, അല്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന നിങ്ങളുടെ അനുഭവത്തിന് വ്യത്യാസം വരേണ്ടതിന് ഒരു വ്യക്തി കർത്താവ് അതിനകത്തേക്ക് അയക്കുവാൻ ഇടയായിത്തീരും. വിശ്വസിക്കുക, തക്ക സമയത്ത് നിങ്ങളുടെ വിടുതലുമായി ഒരു ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. തനിക്ക് പ്രിയനായവൻ വിടുവിക്കപ്പെടണമെന്നുള്ളത് കർത്താവിൻ്റെ ആവശ്യമാണ്.
ദൈവം ഒരിക്കലും അവനെ ഉപേക്ഷിച്ച് കളയുകയില്ല. കർത്താവ് ഒരിക്കലും അവൻ ദൈവത്തിന് പ്രിയനായവനെ മറന്നു കളയുകയില്ല. അവൻ ക്ഷീണിച്ചാലും പ്രയാസപ്പെട്ടാലും ബലഹീനതയുടെ നടുവിലായിരുന്നാലും വിടുവിക്കുന്ന ഒരു കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് രാവിലെ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെടും. പ്രാർത്ഥിക്കാമോ? ഇന്ന് രാവിലെ കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി അയക്കാൻ പോകുക. നിങ്ങൾ അനുഭവിക്കുന്ന ബലഹീനത എന്താണോ, നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾ എന്താണോ, ഇന്ന് രാവിലെ കർത്താവിന് പ്രിയയായ ഒരു മകനാണോ, ഒരു മകളാണോ നിങ്ങൾ? ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രഭാതത്തിൽ ചലിക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇന്ന് പ്രഭാതത്തിൽ ഈ കേട്ട ദൈവ വചനങ്ങൾ പ്രിയ കുടുംബങ്ങൾക്ക്, പ്രിയ മക്കൾക്ക് ഒരു അനുഗ്രഹമായി മാറട്ടെ. ദൈവിക ആലോചനകൾ, ദൈവിക ശബ്ദങ്ങൾ അവൻ ഇന്ന് പകൽക്കാലം ആരുടെയൊക്കെ കാതുകളിലേക്ക് എത്തിച്ചേർന്നുവോ അവർക്ക് വിടുവിക്കപ്പെടട്ടെ. തനിക്ക് പ്രിയയായ ഓരോ കർത്താവ് ദൈവ മകനും മകളും ഇന്ന് രാവിലെ വിടുവിക്കപ്പെടട്ടെ. അവരുടെ ജീവിതത്തിനകത്ത് കർത്താവ് പ്രത്യാശയോടുകൂടെ എൻ്റെ കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വളരെ ആഗ്രഹത്തോടെ വിശ്വാസത്തോടുകൂടെ ഈ ദിവസങ്ങൾ മുന്നോട്ട് കടന്നു വരുവാൻ ദൈവമേ കുടുംബങ്ങളെ, പ്രിയപ്പെട്ടവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയാട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇന്ന് രാവിലെ ഞങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സകലവും പ്രാർത്ഥിച്ചു കർത്താവിൻ്റെ കരങ്ങളെ സമർപ്പിക്കുന്നു. കൃപയോട് കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ. അമേൻ, 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 അമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കുള്ള രക്ഷയുമായി കർത്താവ് നിങ്ങളുടെ അടുക്കിലേക്ക് വേഗത്തിൽ വെളിപ്പെടട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.